നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാത്തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കി വിട്ടതിനെ തുടർന്ന് പോത്തീസ് സ്വർണ്ണമഹൽ ജ്വല്ലറിക്കെതിരെ കടുത്ത നടപടിയുമായി കോർപ്പറേഷൻ മുന്നോട്ട്. തമ്പാനൂർ പ്രവർത്തിക്കുന്ന പോത്തീസ് സ്വർണ്ണമഹൽ പൂട്ടിച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നും കണ്ടെത്തി. പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത്. പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് ശരിയെന്നും തെളിഞ്ഞു. പൊതുസ്ഥലത്ത് മാലിന്യം ഒഴിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് സ്ഥാപനം പൂട്ടിച്ചത്. ആയുർവേദ കോളേജിന് സമീപമുള്ള പോത്തീസ് സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സാപ്പിൽ ലഭിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. പരാതി ലഭിച്ചതിന് പിന്നാലെ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്വർണ്ണമഹലിൽ പരിശോധന നടത്തുകയായിരുന്നു. പോത്തീസ് സ്വർണ്ണമഹലിന് പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കാൻ മേയർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ വാഹനത്തിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു. ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം KRFBയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കക്കൂസ് മാലിന്യം അടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയിടുന്നതാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് മാലിന്യം മോഡൽ കുത്തിയിറക്കുന്ന നഗരവാസിയായ വീട്ടമ്മയുടെ ദൃശ്യങ്ങളും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഉടനടി നടപടിയെടുത്തതായും പിഴ ചുമത്തിയതായും മേയർ പറഞ്ഞു. 10,000 രൂപ പിഴ ചുമത്തിയതിന്റെ രസീതും വീഡിയോയും അടക്കം പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങേയറ്റം മോശകരമായ ഒരു ദൃശ്യമെന്ന് പറഞ്ഞാണ് മേയർ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. ഈ നിലയ്ക്ക് തുടരാനാകില്ല എന്നത് ദയവായി മനസ്സിലാക്കി നഗരസഭയുമായി സഹകരിക്കണമെന്നാണ് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നതായി മേയർ പറഞ്ഞത്. ഇനിയൊരു ജീവനെ നമുക്ക് നഷ്ടപ്പെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നിർവാഹമില്ല. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കണം. നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള മാലിന്യ സംസ്കരണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് മേയർ പറഞ്ഞു. എവിടെയെങ്കിലും മാലിന്യ സംസ്കരണ മാർഗങ്ങളിൽ കുറവുകൾ ഉണ്ടെങ്കിൽ മേയറുടെ പരാതി പരിഹാര സെല്ലിനെയോ അല്ലെങ്കിൽ മേയറോ നേരിട്ട് അറിയിക്കണം. നമുക്ക് നമ്മുടെ നഗരത്തിലെ എല്ലാ മാലിന്യ പ്രശ്നവും എന്നേക്കുമായി അവസാനിപ്പിക്കണം. എന്തും എവിടെയും വലിച്ചെറിയുന്ന പഴയ ശീലം മാറ്റണം. ഒരു മാലിന്യമുക്ത നഗരം എന്ന പുതിയ ശീലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചുവടുവയ്ക്കാം. നമ്മെ വീട്ടിൽ പിരിഞ്ഞുപോയ ജോയിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനാവുന്ന ഏറ്റവും മഹത്തായ കാര്യമായിരിക്കും മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്നത്. ഇങ്ങനെയായിരുന്നു മേയർ കുറിപ്പ് അവസാനിപ്പിച്ചതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.